നീ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, നേരിട്ട് പറയാന്ന് വിചാരിച്ചു. പറയാത്ത നന്നായി. ആ കള്ള ശ്രീകാന്ത് കൂടെ ഉണ്ട്. ഇത്രയും വലിയ സന്തോഷം അവൻ നമ്മളോട് മറച്ചു വെച്ചിരിക്കായിരുന്നു. നമുക്ക് അവനെ കൊണ്ട് നിന്നെ പറയിപ്പിക്കാം. നീ വാ. ആ അമ്മ ഇവിടെ ഉണ്ടോ? അച്ഛാ, സുധി, ശ്രീകാന്ത്. എന്താടാ ഇത്? എന്താ പറയാമേ? എന്താ കാര്യം? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഇങ്ങനെ സന്തോഷിക്കാതിരിക്കും അച്ഛാ. അല്ല, എന്താ കാരണം? അത് നീ തന്നെ അങ്ങ് പറ. എനിക്ക് സന്തോഷം കൂടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം ഞാനങ്ങനെ പറയാനാ? ഇവനെന്താ ഭ്രാന്തായോ? നീയും വർഷയും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എടാ, ഇനി മൂടി വെക്കാൻ നിക്കണ്ട, അതങ്ങ് പറഞ്ഞേക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എന്താ മറച്ചു വെച്ചെന്നാ? നിനക്കറിയില്ല അല്ലേ? എനിക്കറിയില്ലെന്നേ. ശരിക്കും മറച്ചു വെച്ചേനെ. നിനക്കല്ല ശിക്ഷ തരണം. ഞാനിതിനെന്തേ നല്ല മനസ്സുകൊണ്ട് അത് തരാത്തെ. ഇനി പറടാ. എടാ, നീ എന്താ മറച്ചു വെച്ചത്? എന്താണെങ്കിലും ഒന്ന് തുറന്നു പറയ്. എന്റെ അച്ഛനാണ് സത്യം. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. അച്ഛനെ പിടിച്ച് കള്ളസത്യം ചെയ്യല്ലേ? ഞാനൊന്നും മറച്ചു. അവൻ കള്ളസത്യം ഒന്നും ചെയ്യില്ല സച്ചി. കേട്ടോ, കള്ളസത്യം തന്നെയാ. അല്ല, ഇവനൊരു അച്ഛനാൻ പോവന്നേ. ഈ സന്തോഷം നമ്മളിന്ന് മറച്ചു വെച്ചതാ. ഇവനൊക്കെ എന്താ വേണ്ടേ? അല്ല, ഇത് ഞാൻ അച്ഛനാൻ പോവാണെന്നോ? ആര് പറഞ്ഞു ഇതൊക്കെ? എന്റെ പൊന്ന് സച്ചേട്ടാ, വെറുതെ ആളെ പറ്റിക്ക് ആരോ പറഞ്ഞതാ. നിങ്ങളെ ആരോ പറ്റിച്ചതാ. ആരും പറഞ്ഞു പറ്റിച്ചൊന്നല്ല. വർഷ പ്രഗ്നന്റാ. ഞാൻ പൂവെടുക്കാൻ പോയപ്പോഴേ വർഷയെ പരിശോധിച്ച ഡോക്ടർ അത് എന്നോട് പറഞ്ഞത്. സത്യമാണോ എടുത്തി? എടാ സത്യ, അന്ന് ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോയിരുന്നില്ലേ? അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് പ്രഗ്നന്റ് ആണെന്ന്. എന്നിട്ട് നീ ഇത് അറിഞ്ഞില്ലേ? വർഷം നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ഈ സന്തോഷ വാർത്ത നിന്നോടല്ല അവൾ ആദ്യം പറയേണ്ടത്. എന്തുകൊണ്ടാ പറയാതിരുന്നേ? എനിക്കറിയില്ലമ്മേ. നീ ഒന്നും അറിഞ്ഞില്ലേ? അല്ല, നീ അന്ന് അവളോട് ഹോസ്പിറ്റലിൽ പോയതല്ലേ? എന്നിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെ എന്തിനാ ഇത് ആരോടും പറയാതെ മൂടി വെച്ചത്? എന്റെ ചന്ദ്രേ, നീ ഒന്ന് സമാധാനപ്പെട്. ഇതൊന്നും വലിയ വിഷയമാക്കാതെ. ചിലപ്പോ പിന്നീട് എപ്പോഴെങ്കിലും പറയാന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അത് തന്നെ. അതൊക്കെ വിട്. ഇപ്പൊ പണി പറ്റിച്ച് ഈ കള്ളനില്ലേ, അവനൊരു സമ്മാനം കൊടുക്കേണ്ട സമയായി. ഞാനതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. കള്ള, ഞങ്ങളോടൊക്കെ ഇത് മറച്ചു വെക്കാന്ന് കരുതിയോ? സന്തോഷായിട്ട് അച്ഛനെ. ഞാൻ കെട്ടിപ്പിടിക്കട്ടെ. കള്ളൻ. ശ്രീകാന്ത്, കൂടുകൈ.